ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കിച്ചൺ ടൂറിൻ്റെ വീഡിയോ ആണ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ കുറച്ചധികം ആൾക്കാർ വീഡിയോ ചോദിച്ചിരുന്നു കിച്ചൺ ടൂർ ചെയ്യുമോ എന്ന്. അപ്പം നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മളെ കിച്ചണിക്ക് കയറി കേട്ടോ. അപ്പോൾ നമ്മൾ ഹോം ടൂർ ഞാൻ ആദ്യം ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇനി കാണാത്തവർക്ക് വേണ്ടി ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇത് ഫസ്റ്റ് കയറിനോടെ തന്നെ ഒരു കബോർഡും നമ്മളെ ഒരു ഫ്രിഡ്ജും സ്റ്റോർ റൂമും ഒക്കെ ഫസ്റ്റ് കയറുന്ന അവിടെ തന്നെയാണ് കേട്ടോ. അത് നമ്മളെ കിച്ചനും അതേപോലെ വർക്ക് ഏരിയയും പാടെ രണ്ടായി കണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്. അത് ഞങ്ങൾ രണ്ടും പാടെ ഒന്നാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, പുറത്തേക്കുള്ള ഡോറാണ്. അത് താക്കോല് കാണൂല കേട്ടോ. അപ്പോൾ മക്കൾ കൊണ്ടുപോകാതെക്കാൻ വേണ്ടിയാണ് കെട്ടിയിട്ടേക്കണേമേ. അപ്പോൾ മക്കൾ തുറക്കലും അടക്കലൊക്കെ ആയിട്ടേ അതിങ്ങനെ കൊണ്ടുപോയി എവിടെയെങ്കിലും കളയും. ഇപ്പോൾ കിച്ചൻ്റെ സെൻറ്ററിൽ തന്നെ ഒരു ടേബിളാണ് കേട്ടോ. കൗണ്ടർ ടോപ്പ് കുറച്ച് വീതി കൂട്ടിയിട്ട് ഒരു ടേബിളിൻ്റെ രീതിയിൽ കാലൊക്കെ കൊടുത്തുങ്ങാണ്ട് അങ്ങനെ ഉണ്ടാക്കിയേക്കാണ്. പിന്നെ ഈ സൈഡിൽ എൻ്റെ ബീറ്റർ, അതേപോലെ നമ്മളെ കേക്കിൻ്റെ ഐറ്റംസ് കേട്ടോ. ന്യൂസിലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ഒക്കെ കാണുന്നോടത്ത് തന്നെ വെച്ചിട്ടില്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് എടുക്കാൻ കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് കാണുന്നോടത്ത് തന്നെ വെച്ചിരിക്കണത്. അതേപോലെ മക്കളെ ലഞ്ച് ബോക്സ്, സ്നാക്സ് ബോക്സ്, വെള്ളത്തിൻ്റെ ബോട്ടിൽ, അങ്ങനെ കേക്കിൻ്റെ മെഷറിംഗ് കപ്പ്, സൺഫ്ലവർ ഓയിലൊക്കെ അങ്ങനെ അവിടെ കാണുന്നോടത്ത് തന്നെ വെച്ചേക്കാണ്. അതേപോലെ നമ്മളെ ഷുഗർ ബോട്ടിലും ടീ ബോട്ടിലും ഒക്കെ ഈസി കുക്കിൻ്റെ അടുത്ത് തന്നെ വെച്ചേക്കാണ് കേട്ടോ. കേക്കിനുള്ള ഐറ്റംസാണ്, സ്പാച്ചുല കാര്യങ്ങൾ. ഇത് ഞാൻ കുടിക്കണ വെള്ളം, അതേപോലെ മക്കൾ കുടിക്കണ വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് കേട്ടോ ആ ബോട്ടിലുള്ളത്. പിന്നെ അടുത്തത് നമ്മളെ ഈസി കുക്ക്. പിന്നെ ഇത് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിനി ഇതിൻ്റെ ഉപകാരം ഉണ്ടോ, ഇതിങ്ങനെ നമുക്ക് ഉപകാരം ഉണ്ടോ എന്നുള്ളത്. ഞാൻ വാങ്ങിയത് നമ്മളെ വീഡിയോയിലൊക്കെ കണ്ടിട്ട്. അപ്പോൾ നല്ലൊരു ഉപകാരമുള്ള സംഭവമാണ് കേട്ടോ. ഈ ബട്ടൺ ഇങ്ങനെ അമർത്തി കൊടുത്താൽ അപ്പോൾ ആ പാത്രം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് സാധനം വന്നിങ്ങനെ ചാടും. ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ കുറച്ച് സാധനങ്ങൾ വരും. നല്ലോണം അങ്ങോട്ട് കൂടുതലായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ കുറച്ച് അധികമായിട്ടും വരും. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് നല്ല ഒരു ഉപകാരമുള്ള സാധനമാണ്. കുറച്ചധികം ഒരു കിലോ തന്നെ നമ്മളതിൽ കൊള്ളും കേട്ടോ. 900 എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. 1 കിലോ തന്നെ കൊള്ളുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉറുമ്പും കാര്യങ്ങളും വരാതെക്കാനും നടുവിൽ ഗ്രാമ്പ് ഇട്ടുകൊടുത്തേക്കാണ്. അപ്പം ഉറുമ്പിൻ്റെയും പാറ്റൻ്റെയും ഒന്നും ശല്യമല്ല കേട്ടോ. ഒറ്റ ബോട്ടിലിൽ ഇത്രയും 6 ഐറ്റംസ് കൊള്ളുകയാണല്ലോ. അപ്പം സംഭവം ഇത് വാങ്ങണോല് വാങ്ങിക്കോളി, നല്ല ഉപകാരമുള്ള സാധനമാണ്. അതേപോലെ ഈ മുട്ടൻ്റെ ഡ്രേ, ഇത് കുറേ ആൾക്കാർ ചോദിച്ചിരിക്കണ്. അപ്പോൾ ഇതും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കുറേ ആയി വാങ്ങിയിട്ട്. ശരിക്കും നോക്കിയിട്ട് ഞാൻ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ അവിടെ ഒരു ജനലാണ് കേട്ടോ. അപ്പോൾ ജനലിൽ കർട്ടനൊക്കെ ഇട്ടുങ്ങാണ്ട് ഞാൻ താത്തിയിട്ടൊക്കെയാണ്. പിന്നെ അടുത്തത് നമ്മളെ സിങ്കാണ്. നമ്മുടെ സിങ്ക് കുറച്ച് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള സിങ്കാണ്. അതേപോലെ നല്ല താഴ്ചയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് 5 വർഷമായിട്ടോ. അപ്പോൾ വീട് പണി തുടങ്ങുമ്പോൾ തന്നെ ഞാൻ സിങ്ക് വെക്കുമ്പം കുറച്ച് വലിയ സിങ്ക് വെക്കണം എന്ന് പറഞ്ഞിനി. അപ്പോൾ നല്ലൊരു ഉപകാരത്തിൽ പെട്ടിക്കണേ. പിന്നെ അതിൻ്റെ മുകളിലിങ്ങനെ ചെറിയൊരു പാർട്ടീഷൻ ചെയ്തുകൊണ്ട് അങ്ങനെ അലുമിനിയം ഫാബ്രിക്കേഷൻ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ മോട്ടർ ഇടുമ്പോൾ നേരിട്ട് വരുന്ന പൈപ്പാണത്. അതിൻ്റെ മുകളിൽ ഞാൻ വാഷർ വെച്ചിക്കണം. മക്കളെ ലഞ്ച് ബോക്സിൻ്റെ വാഷർ കഴുകിയിട്ട് അങ്ങനെ തൂക്കിയിട്ടേക്കാണ്. പിന്നെ ഞാൻ ചെറിയൊരു വേസ്റ്റ് ടിന്നും അവിടെ വെച്ച് കൊടുത്തേക്കണം, നമ്മളെ ഫുഡ് വേസ്റ്റൊക്കെ ഇടാൻ. പിന്നെ പാത്രം കഴുകണതും. ഫുഡ് വേസ്റ്റ് ഇടുന്ന ചെറുത് എന്തായാലും നമ്മളെ കിച്ചണിൽ നിർബന്ധമാണ് കേട്ടോ. ചെറുത് വെക്കണം, അതാണ് സുഖം. നമുക്ക് പെട്ടെന്ന് നമ്മൾ കൊണ്ടുപോയി കളയും. പിന്നെ ഇത് പാത്രം വെക്കണ സ്റ്റാൻഡാണ്. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ വെക്കണ പാത്രങ്ങളുണ്ടല്ലോ, കണ്ടെയ്നർ, അത് വെച്ചുകൊടുത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകിങ്ങാണ്ട് ഉണക്കി വെച്ചതാണ് കേട്ടോ അതൊക്കെ. പിന്നെ അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ അടുപ്പും ചിമ്മിണിയും. അപ്പോൾ ചിമ്മിണിൻ്റെ നേരെ ചെറിയൊരു സ്ലാബ് ഉണ്ടാവുമല്ലോ, അതിങ്ങനെ ഡോറ് കൊടുത്തേക്കണം. അതിൽ നമ്മൾ ചെറിയ പാത്രങ്ങളും ചെറിയ ലഞ്ച് ബോക്സുകളും അതേപോലെ കപ്പുകളൊക്കെ വെച്ചുകൊടുത്തേക്കാണ്. അപ്പോൾ ഈസി കുക്കൊക്കെ വെച്ച കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ നേരെ മുകളിൽ 2 തട്ടിലായിട്ട് ഡോറ് കൊടുത്തേക്കണം. ഏറ്റവും മുകളിൽ ചെമ്പുകളൊക്കെയാണ്. രണ്ടാമത്തേൽ നമ്മളെ കുക്കർ ഐറ്റംസ് 12, 7, 10, 5, 2, 3 ഇറങ്ങാണ്ടുള്ള എല്ലാ കുക്കറും ഉണ്ട്. അതൊക്കെ ഇങ്ങനെ വരിവരിക്കാൻ കഴുകിയിട്ട് വെച്ചതാട്ടോ. പിന്നെ കാസറോള്, അതേപോലെ കടായി ചട്ടി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അങ്ങനെ അതും വെച്ച് കൊടുത്തേക്കണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മളെ മിക്സിൻ്റെ ജാറുകൾ, അതേപോലെ പുട്ടുംകുറ്റി പാത്രങ്ങൾ, കഞ്ഞിപ്പാത്രം, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവിടെയും വെച്ച് കൊടുത്തേക്കണം. ഏറ്റവും മുകളിൽ ചെമ്പും, സ്റ്റീലിൻ്റെ ചെമ്പ്, അതേപോലെ വലിയ കാറ്ററിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ചെമ്പുകൾ, അങ്ങനെയുള്ളതൊക്കെ വെച്ചേക്കാട്ടോ. അപ്പം കൗണ്ടർ ടോപ്പിൻ്റെ നേരെ താഴെ നമ്മളെ കേക്കിൻ്റെ ഐറ്റംസുകളാണ് കേട്ടോ. മൈദയും കാര്യങ്ങളും അങ്ങനെയുള്ള പിന്നെ കേക്കിൻ്റെ ബീറ്ററിൽ വെക്കണ പാത്രങ്ങൾ അങ്ങനെയൊക്കെയാണ് അവിടെ വെച്ചെടുത്തേക്കണത്. പിന്നെ അതിൻ്റെയും താഴെ 2 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ നമ്മൾ
വീട്ടിലത്തെ ഉപയോഗത്തിന് എടുക്കണ ഐറ്റംസ് പാത്രങ്ങളാണ്. എപ്പോഴെപ്പോഴും എടുക്കണ പാത്രം മാത്രമായിട്ട് അവിടെ വെച്ചത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് സിങ്കിൻ്റെ അടിയിൽ നമ്മൾ ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഉള്ളിക്കൊട്ടയും വെച്ചിരിക്കണം. അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ഫ്രീ ആയിട്ട് സ്ഥലം കേട്ടോ. അവിടെ ഞാൻ ബാസ്ക്കറ്റ് വെച്ചേക്കാണ്. അപ്പോൾ നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് ഉണ്ടല്ലോ, നമ്മൾ സാധനങ്ങളൊക്കെ കഴിഞ്ഞ് ഒഴിവാക്കിയ ഐറ്റംസുകളൊക്കെ അതങ്ങനെ അയക്കോടും കേട്ടോ. എന്നിട്ട് നമ്മൾ പഞ്ചായത്തിൻ്റെ വേസ്റ്റൊക്കെ കൊണ്ടുപോയി അത് നിറയുമ്പം അതിൽ കൊണ്ടുപോയിടും. പിന്നെ ചിമ്മിണിൻ്റെ ഉള്ളിലാണ് നമ്മളെ ഓവൻ വെച്ചിരിക്കണം. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചോപ്പർ വെച്ചിരിക്കണം. പിന്നെ കുറച്ച് കനല്ലാത്ത പാത്രങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇത് ഈ ഓവന് സ്റ്റാൻഡ് കൊടുത്തിക്കണം. അതിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് അടിയൊക്കെ തുടച്ചെടുക്കാമല്ലോ. പിന്നെ അതിൻ്റെ ഭാഗത്തും കുറച്ച് ഫ്രീ ആയിട്ട് സ്ഥലമുണ്ട്. അത് ഞാൻ മിക്സിയാണ് വെച്ചെടുത്തേക്കണത്. ആ മിക്സി ഉപകാരം കഴിഞ്ഞാൽ അങ്ങോട്ട് നീക്കി കൊടുക്കും. ഇതാണ് എൻ്റെ ആലുവ അടുപ്പ് കേട്ടോ. ഒരുപാട് കാറ്ററിംഗ് വർക്ക് ചെയ്ത അടുപ്പാണ്. അപ്പോൾ ഒരു 4 കിലോ ബിരിയാണി വരെ ഞാൻ ഈ അടുപ്പത്ത് തന്നെയായിട്ട് ഉണ്ടാക്കുക. അതിലധികം ആകുമ്പോഴാണ് ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകല്. പിന്നെ അത് പാത്രം കഴുകണ സ്റ്റീലിൻ്റെ പാത്രം കഴുകിടുന്ന കൊട്ട, അത് പാത്രം കഴുകുമ്പോൾ ഞാൻ അപ്പുറത്തേക്ക് വെച്ചെടുക്കും. പിന്നെ ചിമ്മിണി ഉണ്ട് കേട്ടോ. പുകയൊന്നും വല്ലാതല്ല, അടുപ്പ് ഉഷാറാണ്. പിന്നെ അതിൻ്റെ ഇടയിലും ഇങ്ങനെ ഓപ്പണായി കിടന്നപ്പോൾ അതിനൊരു ഡോറ് കൊടുത്തേക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കത്തി, ചിരവ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അങ്ങനെ വെച്ച് കൊടുത്തേക്കണം. പിന്നെ അടുത്ത എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കൗണ്ടർ ടോപ്പ് കേട്ടോ എൻ്റെ അടുപ്പ്. എനിക്ക് അന്നും ഇന്നും ഏറ്റവും ഇഷ്ടമായിട്ട് ഈ അടുപ്പ്. നല്ലോണം ഈ ബർണർ കൂടെ നല്ല തീ വരും. അവിടെ കല്ലുപ്പ് 2 ബോട്ടിൽ സെറാമിക് ബോട്ടിലാട്ടോ. അപ്പോൾ അതിൽ ഞാൻ കല്ലുപ്പും പൊടിപ്പും വെച്ച് കൊടുത്തേക്കണത്. അതും നമ്മളെ ഓൺലൈൻ തന്നെയാണ് കേട്ടോ. പിന്നെ സ്റ്റൗവിൻ്റെ അപ്പുറത്ത് എണ്ണൻ്റെ ബോട്ടിൽ, കട്ടിംഗ് ബോർഡ്, മസാല പൗഡറുകൾ അതൊക്കെ ആ സൈഡിലും വെച്ചെടുത്ത് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ കണ്ട്. പിന്നെ ഈ സ്റ്റൗവിൻ്റെ നേരെ നമ്മൾ മുകളിൽ നമ്മളൊരു പ്ലാന്റ് വെച്ചെടുത്തിരിക്കുന്നത്. അത് ഒറിജിനലാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ എപ്പോഴും എടുക്കുന്ന കയ്ലുകൾ അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ അതിൻ്റെ ക്ലീനിങ്ങിൻ്റെ ഒരു ഐറ്റംസ് കേട്ടോ. അത് വെച്ചുകൊണ്ടാണ് ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ തുടക്കുക. പിന്നെ അതൊക്കെ ഞാനിങ്ങനെ വെറുതെ ഒരു ഭംഗിക്ക് വെച്ചെടുത്തതാണ്. പിന്നെ കടുക് പാന് ഞാൻ എപ്പോഴും കഴുകിയിട്ട് അവിടെ തന്നെ ഇട്ട് വെക്കൽ. അപ്പോൾ ആ സ്റ്റൗവിൻ്റെ നേരെ താഴെ അതൊക്കെ ഫ്രിഡ്ജിൽ വെക്കണ ബോട്ടിൽസുകൾ കഴുകി വെച്ചതാണ്. പിന്നെ സ്റ്റൗവിൻ്റെ നേരെ താഴെ മൺപാത്രങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് അതിൻ്റെ അടിയിൽ വെക്കൽ. പിന്നെ മുകളിലൊരു വലിപ്പുണ്ട്. അതിൽ നമ്മളെ മക്കളെ ലഞ്ച് ബോക്സ് കെട്ടുന്ന ടവൽസുകൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് അതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് അപ്പച്ചട്ടി, മൺപാത്രം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവിടെയും വെച്ചെടുത്തിരിക്കണം. പിന്നെ അതിൻ്റെ നേരെ തന്നെ ഒരു കബോർഡ് ഉണ്ട് കേട്ടോ. അതിൽ പൊടി ഐറ്റംസൊക്കെ കടുക്, ഉലുവ അങ്ങനെയുള്ള സംഭവങ്ങളും അതിനൊക്കെ വെച്ചെടുത്തിരിക്കണ്. ഇതിൻ്റെ ട്രൈപ്പോഡാണ് കേട്ടോ അത്. ഇത് പിന്നെ നമ്മളെ ഇതേ ഫ്രിഡ്ജിൻ്റെ സ്റ്റെബിലൈസർ കേട്ടോ. ഇതിൻ്റെ വയറും കിட்ட എത്താത്തതുകൊണ്ട് വെച്ചതാട്ടോ. അവിടെ വെച്ചേക്കാണ്. ഈ ഫ്രിഡ്ജിന് സ്റ്റെബിലൈസർ നിർബന്ധമാണ്. അപ്പോൾ പിന്നെ എന്തായാലും വേണമല്ലോ. അപ്പോൾ അത് തൽക്കാലത്തിന് അവിടെ വെച്ചേക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് വിചാരിക്കാതെ വാങ്ങിയ ഫ്രിഡ്ജാണല്ലോ. അപ്പോൾ അതിനായിട്ടൊരു സ്ഥലമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനി ഉള്ള സ്ഥലത്ത് അങ്ങനെ വെച്ചെടുത്തു. ഇതിൻ്റെ മുകളൊക്കെ തുറന്ന് കാണിച്ചു തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഈ പുഡിങ്ങിൻ്റെ ട്രേകൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ ഞാൻ വെച്ചെടുത്തത്. ഫ്രിഡ്ജിൻ്റെ ഉള്ളൊന്നും ഞാൻ തുറന്ന് കാണിക്കണില്ല. അത് ഫ്രിഡ്ജിൻ്റെ ടൂറായിട്ട് ഞാൻ വേറെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഫ്രിഡ്ജിനുള്ള സ്ഥലമൊന്നും ഇവിടെ അല്ലേന് കേട്ടോ. നമ്മളെ കേക്കിൻ്റെ ആവശ്യം വന്നപ്പോഴാണ് ഇവിടെ ഒരു ഫ്രിഡ്ജ്, രണ്ടാമത്തെ ഒരു ഫ്രിഡ്ജ് ആവശ്യം വന്നു. അതുകൊണ്ട് വാങ്ങിയതാണ്. അപ്പം ഇത് വലിയൊരു ഫ്രിഡ്ജ് തന്നെയാണ് കേട്ടോ, 2 ഡോറിൽ. അപ്പോൾ ഇവിടെ ഒരു കലണ്ടറും കൊടുത്തിക്കണം. ഇതിൻ്റെ മുകളിൽ ഒരു ഡയറിയും പിന്നെ ഒരു ബോക്സിന് കേട്ടോ. ആ ബോക്സിൽ നമ്മളെ ഗുളികകളാണ് കേട്ടോ, പാരസിറ്റാമോൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അതിൽ വെച്ചെടുത്തേക്കാണ്. പിന്നെ ഡയറിയും കാര്യങ്ങളൊക്കെ എനിക്ക് കേക്കിൻ്റെയും അങ്ങനെയുള്ള ഓർഡറുകളും കാര്യങ്ങളൊക്കെ എഴുതാൻ. കലണ്ടറും തന്നെ കേക്കിന് ഓർഡർ വിളിച്ച് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് കലണ്ടർ കാണണം. അങ്ങനെയാണ് കിച്ചണിൽ തന്നെ ഒരു കലണ്ടർ വെച്ചെടുത്തത്. പിന്നെ ഇങ്ങനെ പോയാൽ നമ്മളെ സ്റ്റോർ റൂമാണേ. സ്റ്റോർ റൂമിൻ്റെ ഉള്ളിൽ കുറച്ച് അൽക്കുലത്തെ സാധനങ്ങളാണ് കേട്ടോ. കേക്കിൻ്റെ മോൾഡ് കാര്യങ്ങൾ, അതേപോലെ കേക്കിൻ്റെ ഐറ്റംസുകളുണ്ട്, ചട്ട, ബോക്സ്. പിന്നെ ഈ തട്ടിലൊക്കെ കേക്കിൻ്റെ ഐറ്റംസുകളാണ് കേട്ടോ. പിന്നെ അരിയും സാധനങ്ങൾ അങ്ങനെ. ഇവിടെ നമ്മളെ കവറിലുള്ള പൊട്ടിക്കാത്ത സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ വെച്ചത് അതൊരു ബോക്സിൽ. ഇതൊക്കെ കേക്കിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയൊരു വെളിച്ചെണ്ണ അങ്ങനെയുള്ള സംഭവങ്ങൾ, മഞ്ഞപ്പൊടി, മുളകും പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവിടെയും വെച്ച് കൊടുത്തേക്കണം. അപ്പം ഉള്ള സ്ഥലത്ത് നിറയെ സാധനങ്ങളാണ്. ഇൻഷാ അല്ലാ കേക്കിനായിട്ട് റൂമൊക്കെ നമുക്ക് ഉണ്ടാക്കണം. പുറത്തേക്ക് ഇങ്ങനെ വാതിൽ തുറന്നാൽ അങ്ങനെ അവിടെ പിന്നെ മെഷീനും വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിക്കണത്. പിന്നെ ഇതിൻ്റെ നേരെ മുകളിൽ ഡോറുണ്ട് കേട്ടോ. അവിടെ അതേമാതിരി വലിയ വലിയ ചെമ്പും പാത്രങ്ങളൊക്കെ വെച്ചെടുത്തൊക്കെയാണ്. ഈ റേക്കിൻ്റെ നേരെ താഴെ ഒരു കബോർഡ്, അതിൽ കോക്കറി ഐറ്റംസും പിന്നെ കേക്കിൻ്റെ കുറച്ച് കളറുകൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അതും വെച്ചെടുത്തേക്കണേ. പിന്നെ ഈ ഫ്രിഡ്ജിൻ്റെ കോർണറിൽ ഒരു ബാസ്ക്കറ്റ് വെച്ചെടുക്കും കേട്ടോ. മക്കൾക്ക് പേപ്പറും കടലാസും അങ്ങനെയുള്ളതൊക്കെ ഇടാൻ വേണ്ടി കണ്ട് പെട്ടെന്ന്
അങ്ങനെ ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കിച്ചൺ കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള കിച്ചൺ തന്നെയാണ്. അപ്പോൾ ഈ വീട്ടിൽ ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ഇടാണ് കേട്ടത്. അപ്പോൾ നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടമാകണം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതേപോലെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ കിച്ചൺ ടൂർ എടുത്തുകൊണ്ടുള്ള പരിചയമൊന്നും എനിക്കില്ല കേട്ടോ. അപ്പോൾ എൻ്റെതായിട്ടുള്ള രീതിയിലാണ് എടുത്തതാണ്. അപ്പം ഒന്നും പ്രത്യേകിച്ച് കാണിച്ചു തരാനൊന്നുമില്ല. നിങ്ങൾ കാണുന്നത് തന്നെയാണ്, സ്ഥിരം എന്നും വീഡിയോയിൽ കാണുന്നത് തന്നെയാണ് ഈ കിച്ചന്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.